സിനിമാക്കാർ വിൻസി അനീഷസിനെ ഏറെ ധന്യതയുടെ സ്നേഹത്തോടെയും നല്ലൊരു തികഞ്ഞ കൈയടി മധുരകത്തിന്റെ സ്നേഹം നമ്മൾ എല്ലാവരും അറിയിച്ചുകൊണ്ട് ഈ ധന്യമായ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. ഹാപ്പി വെൽക്കം വിൻസി. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു വിൻസി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയില് ഏറ്റവും സ്പെഷ്യലാണ് ഗിഫ്റ്റ് ലാൻഡിന്റെ ഒരു ഭാഗമാവുക എന്നുള്ളത്. ഒത്തിരി ഇനാഗ്രേഷൻസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കടകളുടെ ഇനാഗ്രേഷൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് സ്പെഷ്യൽ ആവുന്നത് അഷ്റഫ് ഖ എന്നൊരാളുടെ പേരിൽ മാത്രമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ അബുദാബിയിലോട്ട് ലൈഫ് ഓഫ് അബുദാബിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിന് വേണ്ടി പോയിരുന്നു. ന്യൂ ഇയർ സെലിബ്രേഷൻ ആകുന്നു, അതിന് വേണ്ടി പോയിരുന്നു. അപ്പോഴാണ് ഈ ഒരു മുതലിനെ ഞാൻ പരിചയപ്പെടുന്നത്. അറിയില്ലായിരുന്നു ഇങ്ങനത്തെ വലുപ്പവും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓൾ ഇൻ ഓൾ ആണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അന്ന് പറഞ്ഞിരുന്ന ഒരു കട ഇതുപോലെ അഷ്റഫ് ഖാന്റെ മുത്തുമകൾ നോക്കി നടത്താൻ വർക്ക് ഓൺ പ്രോഗ്രസ്സിലാണ്. അപ്പം അത് ഓക്കെ ആവുന്ന അന്ന് വിളിക്കും എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഒരു വെറും വാക്ക് പോലെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ഓർത്തെടുത്ത് അഷ്റഫ് ഖാനെ വിളിച്ചു, ഉദ്ഘാടനത്തിന്റെ ഭാഗമാവാൻ വിളിച്ചു. അപ്പൊ അന്ന് എന്താ പറയാ, എന്നോടൊരു ഫാമിലി പോലെയാണ് കാണുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ഇനിയും മുന്നോട്ട് എന്നെ കൂടെ ലൈഫിൽ കൂടെ കൊണ്ട് നടക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. താങ്ക് യു അഷ്റഫ് ഖാൻ. അതുപോലെ തന്നെ എല്ലാവിധ എന്റെ എല്ലാ സപ്പോർട്ടും ഗിഫ്റ്റ് ലാൻഡിനും ഉണ്ടാവും. തുടർന്ന് അങ്ങോട്ട് ഈ വഴിയാണ് എന്നും ഷൂട്ടിങ്ങിന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ മതിലകം ത്രൂവാണ് പോവുക എറണാകുളത്തേക്ക്. അപ്പൊ ഇനി എപ്പോ പോകുമ്പോഴും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. രണ്ടാമത്തെ എന്താ പറയാ ഷോറൂം ആണെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരുപാട് ഷോറൂം ഗിഫ്റ്റ് ലാൻഡ് ഇനിയും എന്താ പറയാ തുടർന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു മിസ്സസ് വിൻസി. ഇനി മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എന്ന് നമ്മൾ ആദ്യകാലങ്ങളിൽ വിശേഷിപ്പിച്ചുവെങ്കിൽ ആ ഹരിമുരളിയുടെ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് സംഗീതത്തിന്റെ സുൽത്താൻ എന്ന പേരിലേക്ക് നാമധേയം മാറ്റിയ ആ സ്നേഹനിധി കണ്ണൂരിന്റെ മണിമുത്ത് നമ്മളോടൊപ്പം മുഖപുഞ്ചിരിയോടെ ഇത്രയും കാലം വർണ്ണങ്ങൾ വിരിയിച്ച ആ സ്നേഹനിധിയെ രണ്ട് വായ്മൊഴികൾക്കായി നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ കണ്ണൂർ ഷരീഫ് അങ്ങേ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. സ്നേഹമുള്ള മതിലകത്തെ പ്രിയപ്പെട്ടവരെ, ഞാൻ പൊക്കി പറയപ്പെട്ട കാര്യം ഈ ഓവർപ്പൊക്കലാണ്. ഇത്രയും പൊക്കി പറയണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. കാരണം എന്തോ പോലെ കേൾക്കുമ്പോൾ ഒരു പേര് മാത്രം പറഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഗിഫ്റ്റ് ലാൻഡിന്റെ 10 വർഷം മുമ്പുള്ള ഉദ്ഘാടനത്തിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അഷ്റഫ് ഖാൻ കാരണമാണ്. ഒരുപാട് വർഷങ്ങളായി അഷ്റഫ് ഖാൻ ആയിട്ടുള്ള അടുപ്പം, അഷ്റഫ് ഖായുടെ മകളുടെ പേരുള്ള ഈ സ്ഥാപനം എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് ലാൻഡ് ഈ 10 വർഷം നിലനിന്നത് ഈ നാട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥാപനം പൂർവാധികം ശക്തിയോടെ വലിയ നിലയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. യൂസഫ് കാരക്കാട് അവരുടെ ഏറെ സ്നേഹപൂർവ്വം നല്ല വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഹാപ്പി വെൽക്കം യൂസഫ് കാരക്കാട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ശരീഫ് പറഞ്ഞ പോലെ അഷ്റഫ് ഖാൻ എന്ന് പറയുന്നത് ഞങ്ങളങ്ങനെ ഒരു ആതിഥ്യം വരളാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിഥികളായിട്ട് വന്നല്ല. എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ആതിഥേയരാണ്. കാരണം ഞങ്ങൾ അബുദാബി ചെല്ലുമ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് 2ാം നിലയിൽ. ഇവിടുന്ന് പോകുന്ന കലാകാരന്മാരെല്ലാവരും ആ വീട്ടിൽ കയറി ഒരു കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവും, ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. കാരണം മനുഷ്യരെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത്, സ്നേഹിക്കുക എന്നുള്ളത് ഈ ഇരിക്കുന്ന മനുഷ്യന്റെ ഒരു വീക്ക്നെസ്സാണ്.
ലാൻഡ് എന്ന് പറയുന്നത് അഷ്റഫ് ഖായുടെ മാത്രം സ്ഥാപനമല്ല, നമ്മുടെ എല്ലാവരെയാണ്, ഞങ്ങളുടെ എല്ലാവരെയാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ പങ്കെടുക്കാനും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനൊക്കെ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. മരിച്ചുപോയ നമുക്ക് പറയുന്ന ഇമാം നാസർ, ഈ രണ്ട് സ്നേഹനിധി താജുദ്ദീൻ വളരെ അച്ഛൻ കൊടുക്കും. താജുദ്ദീൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. സംഗീതം പഠിക്കാത്ത എന്നെ പോലെയുള്ള കലാകാരന്മാരുടെ സംഗീതത്തെ പാഠപുസ്തകം ഷെരീഫ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടായിരിക്കാം എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഇതിനെപ്പോലുള്ള കൊച്ചു കലാകാരന്മാർക്ക് പാട്ട് പോലുള്ള ധൈര്യവും എന്തെങ്കിലും പാടി അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് എന്നെ പോലുള്ളവരൊക്കെ പാട്ടുകാരനെ കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെ പറയണ്ട, പക്ഷെ നിങ്ങളെ മതിലകം എന്നല്ല മനസ്സകം എന്നാണ് ഈ നാട്ടുകാർക്ക് പേരുള്ളത്. കാരണം അത്രയും മനസ്സിലുള്ളവരായതുകൊണ്ടാണ് മഴയുടെ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് നിങ്ങളെ വന്ന് നിന്നതെന്ന് നിങ്ങളെന്ന് വിശ്വസിക്കുന്നു. സർവശക്തനാവാം എല്ലാവരുടെ അനുഗ്രഹവും ഈ സ്ഥാപനത്തിൽ തുടർന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. ശ്രീ താജുദ്ദീൻ വടകര കേക്ക് കട്ടിംഗ് ചടങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നിങ്ങളെവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ. ശരിക്കും പാട്ടിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. മനോഹരമായിട്ടുള്ള ഒരു പാട്ടോട് നമ്മൾ തുടങ്ങാണ്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയെ നിർത്താൻ ഒടുവിൽ ചൂടി ഒരു ഗാനം മാത്രമേ ഒരു ഗാനം മാത്രമേ സൂക്ഷിക്കാം ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂടാം ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിത്തുവാം ഒരു മുറി
സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നീലപ്പുറം നേടുവാൻ പുഷ്പത്തിൻ പഴുതമൊന്ന് ഞാൻ വിളിക്കാം ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കൊള്ളാം. മനതാരിൽ മൂടി കഴിഞ്ഞല്ലോ മമസഖി വന്നു ചേരും മനതാരിൽ മൂടി കഴിഞ്ഞല്ലോ മമസഖി ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീയെത്തുമ്പോൾ ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയെ മോളാ मेरे प्यार मेरे ढोलना
मेरे ढोलना Thank you so much. Thank you. Thank you so much, Shweta, for this amazing performance. ഒന്നും പറയാനില്ല. Thank you. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ ഇങ്ങനെ ഞെട്ടിക്കുന്ന നമ്മളിങ്ങനെ കണ്ടും വെച്ച് മായം വെച്ച് നോക്കി നിൽക്കാറുണ്ട് ശ്വേതയുടെ ചില പെർഫോമൻസസ് കണ്ടിട്ട്. എനിവേ താങ്ക് യു സോ മച്ച് അഗെയിൻ ഫോർ ദ സോങ്. ഓൾറൈറ്റ്, നമ്മുടെ സ്റ്റാർസിംഗ് സീസൺ 9 ഗ്രാൻഡ് ജൂറിയിലും അതുപോലെ തന്നെ ജി കേരളം സരിഗമപായിലും ഒക്കെ നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള നമ്മുടെ ശ്വേതയുടെ ഒരു അസാധ്യ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളിൽ നിറഞ്ഞ കൈഡി പോ ശ്വേത കൊടുത്തേ പറ്റൂ എല്ലാവരും ചേർന്നോട്ട്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് അഗെയിൻ. സോ ഇനി നമ്മുടെ ഗിഫ്റ്റ് ലാൻഡിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഒരുക്കുന്ന ഈ ഒരു